ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ ഒരു കുക്കിംഗ് വീഡിയോ ആണ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സാമ്പാറാണ് ഗൈസ്. ഓണൊക്കെ ആവാനായില്ലേ, അപ്പോൾ നമുക്കൊരു സാമ്പാറൊക്കെ ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ പരിപ്പ് കഴുകി കുക്കറിലിട്ട് വെള്ളം ഒഴിച്ച് ഉപ്പിട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് വേകാനായിട്ട് വെക്കുക. അപ്പോൾ പരിപ്പ് വേകുന്ന സമയം വെറുതെ ഇരിക്കാനുള്ളതല്ല. ആ ടൈമിൽ നമ്മൾ എന്ത് ചെയ്യണം? വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്ത് വെക്കണം. അപ്പോൾ അതിലോട്ട് ആവശ്യമുള്ള എല്ലാ വെജിറ്റബിൾസും എടുത്ത് തൊലിയൊക്കെ കളഞ്ഞ് കട്ട് ചെയ്ത് എടുത്ത് വെക്കുക. പിന്നെ ഈ പരിപ്പ് വേകാൻ വെക്കുന്ന സമയത്ത് തന്നെ സാമ്പാറിലോട്ട് ആവശ്യമുള്ള മുഴുവൻ വെള്ളവും അതിലോട്ട് ആഡ് ചെയ്യണം കേട്ടോ. പിന്നെ ആഡ് ചെയ്യാണ്ടി വരരുത്, അതാണ് നല്ലത്. ഇപ്പോൾ ഞാൻ പരിപ്പൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. അതിലോട്ട് വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലോട്ട് എന്താ വേണ്ടതെന്ന് വെച്ചാൽ പുളി പിഴിഞ്ഞ് ഒഴിച്ച വെള്ളം പിഴിഞ്ഞ് ഒഴിക്കുക. പുളി നന്നായിട്ട് പിഴിഞ്ഞ് ഒഴിക്കുകയാണ്. ഇതിപ്പോൾ വീഡിയോ എടുക്കലും ഒഴിക്കലും അതിലാണെങ്കിൽ പുളിൻ്റെ കുരുണ്ട്, അത് കുടുങ്ങാതെ ഇതിലോട്ട് പാരും വേണം. അതിൻ്റെ ഒരു ബുദ്ധിമുട്ടാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനൊരു പരിഹാരം കാണണം, ഞാൻ കാണും ഇൻഷാ അല്ലാഹ്. അതായത് വീഡിയോ എടുക്കാനും ഫോണ് കൈക്ക് പിടിച്ചുകൊണ്ട് എങ്ങനെയെങ്കിലുമൊക്കെ അവിടെ വെക്കാനുള്ളൊരു സെറ്റപ്പ് ഉണ്ടാക്കണം എന്ന് വിചാരിക്കുന്നു. പിന്നെ അതിലോട്ടുള്ള പൊടികളൊക്കെ ആഡ് ചെയ്യണം. ഇത് പെടുന്നത് മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക. ഒക്കെ ആവശ്യത്തിന്. ഇതൊന്നും അളവ് എനിക്കറിയില്ല കേട്ടോ. എനിക്കൊരു മൈൻഡിലൊരു ഐഡിയ ഉണ്ട്. എത്ര സ്പൂൺ അങ്ങനെയൊന്നുമില്ല, ഇടുമ്പോൾ പാകം എനിക്ക് മനസ്സിലാവും, അതാണ് നിർത്തും. അത് നിങ്ങളെ അളവൊക്കെ അവനവൻ്റെ ഇഷ്ടം പോലെ ചെയ്യാം. ഇപ്പോൾ ഇതിടുന്നത് മുളക് പൊടിയാണ്. മുളക് പൊടിയും ഇടണം. പിന്നെ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യണം. ഉപ്പ് കുറച്ചും കൂടി ആദ്യം ഇട്ടതാണ് പരിപ്പിൽ, എന്നാലും ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ ഞാൻ ഈ ഒരു സാമ്പാറിൽ കായം ചേർത്തിട്ടില്ല, ബിക്കോസ് ഞാനിതിൽ സാമ്പാർ പൗഡർ ആഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പിന്നെ വേറെ എക്സ്ട്രാ കായം ചേർത്തിട്ടില്ല കേട്ടോ. സാമ്പാർ പൗഡറിൽ തന്നെ കായം വരുന്നുണ്ട്. ഇത് സാമ്പാർ പൗഡർ വാരി ഇങ്ങോട്ട് ഇട്ടോളം ഗൈസ്, അതാണ് സാമ്പാറിൻ്റെ മെയിനായിട്ടുള്ള സാധനം. അത് കുറഞ്ഞ ടേസ്റ്റ് ഫുള്ള് പോയി. ഈ ഒരു സാമ്പാർ അടിപൊളിയായിരുന്നു കേട്ടോ, വീട്ടിലെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഇനി ഈ ഇതൊക്കെ ഇട്ടിട്ട് ആവശ്യത്തിന് കുറച്ചും കൂടി ഉപ്പിട്ടിട്ട് അങ്ങോട്ട് ഇളക്കണം ഗൈസ്. ഇപ്പം ഇളക്കാനുണ്ടെങ്കിൽ ഇപ്പം ഇളക്കണം, കാരണം ഇത് കുക്ക് ചെയ്ത് വെന്ത് വന്നിട്ട് പിന്നെ ഇളക്കാൻ പറ്റില്ല, കാരണം വെജിറ്റബിൾസൊക്കെ ഉടഞ്ഞു പോകും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെ വെള്ളം ഒരുപാട് കുറയരുത്, കാരണം സാമ്പാർ ഇങ്ങനെ കുറുക്കി വരും കുറച്ച് നേരം കഴിയുമ്പോൾ. ആദ്യം നമുക്ക് തോന്നും ഒരുപാട് വെള്ളമായോ തോന്നും, പിന്നെ അതിങ്ങനെ കുറുകി വരും. എൻ്റെ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ പറയുന്നതാണ്. പിന്നെ ഇതിലോട്ട് നമ്മൾ എന്ത് ചെയ്യണം? വെണ്ടക്ക അപ്പോൾ ഇടാൻ പാടില്ല, അത് പിന്നീടാണ് നമ്മൾ വേവിച്ചുന്നത്, കാരണം അതിനൊക്കെ വേവ് കുറച്ചുള്ളൂ. അപ്പോൾ കുറച്ച് ശുദ്ധമായ വെളിച്ചെണ്ണ ഒരു പാനിലോട്ട് പാർന്നിട്ട് അതിലോട്ട് വെണ്ടക്ക ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്ന് 2-3 ഇളക്കൊക്കെ ഇളക്കി കൊടുക്കുക. അപ്പോൾ തന്നെ അത് വെന്ത് കിട്ടും കേട്ടോ. ഇവിടെ ഞാൻ തക്കാളിയും ഇതേപോലെ തന്നെ ആക്കിയിട്ട് എടുത്തൊക്കെയാണ്, കാരണം ഇത് രണ്ടും വേഗം വെന്ത് ഉടയുന്ന സാധനങ്ങളാണ്, അതുകൊണ്ടാണ് കേട്ടോ. ഇനി ഈ വെണ്ടയും തക്കാളിയൊക്കെ ഇതുപോലെ എണ്ണയിലിട്ട് ഒന്ന് വേവിച്ചെടുത്തിട്ട് കുക്കറിൽ വേവിച്ചെടുത്തിട്ടുള്ള സാമ്പാറിലോട്ട് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് എന്ത് ചെയ്യണം? സാമ്പാറിലോട്ടുള്ള ഒരു വറവാണ് ഉണ്ടാക്കി കൊടുക്കേണ്ടത്. അതിനു വേണ്ടി നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ എടുക്കുക. അതിലോട്ട് ചൂടായി വരുമ്പോൾ അതിലോട്ട് കടുക് ഇട്ട് കൊടുക്കുക. കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ ചീരുള്ളി ചെറുതായി അരിഞ്ഞതും ആഡ് ചെയ്ത് കൊടുക്കുക. അതൊന്ന് ചെറുതായിട്ട് കളറ് മാറി വരുമ്പോൾ കറിവേപ്പിലയും ചുവന്ന മുളകും ആഡ് ചെയ്യുക. അതൊക്കെ പിന്നെ ചീരുള്ളി നല്ല ഗോൾഡൻ ഷെയ്ഡായി വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യുക. അതിലോട്ട് അത്യാവശ്യം തന്നെ സാമ്പാർ പൗഡർ ആഡ് ചെയ്യട്ടോ. കുറേ വേണം. ഈ ഇടുന്ന സാമ്പാർ പൗഡറാണ് പിന്നെ നമ്മൾ സാമ്പാറിന് നല്ല സ്മെല്ലും ടേസ്റ്റൊക്കെ തരുന്നത് കേട്ടോ. അപ്പോൾ ഓവറാക്കിയിട്ടുണ്ട്, എല്ലാം ആവശ്യത്തിന്. എന്നിട്ട് ഫ്ലെയിം ഓഫാക്കിയിട്ട് വേണം കേട്ടോ പൊടി ഇടാൻ, അല്ലെങ്കിൽ കരിഞ്ഞു പോകും, പിന്നെ ആകെ കുളമാവും. എന്നിട്ട് പിന്നെ എന്ത് ചെയ്യണം? സാമ്പാറിലോട്ട് ഈ താളിപ്പ് അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കണം. ഒഴിച്ച പാടെ ഇലക്കിട്ട് ഇളക്കരുത്. അത് നമ്മൾ ഫുഡ് കഴിക്കാൻ നിൽക്കുമ്പോൾ മാത്രം പിന്നെ അത് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഗൈസ്, നമ്മുടെ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്.
അപ്പോൾ എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. കാരണം ഞാൻ ഉണ്ടാക്കിയിട്ട് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട്, വീട്ടിലെല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ട്, നല്ല രസമുണ്ടായിരുന്നു എന്നിട്ട് എല്ലാവരും പറയുന്നത്. അപ്പോൾ എല്ലാവരും ഈ ഓണത്തിന് എൻ്റെ റെസിപ്പിയൊക്കെ നോക്കി സാമ്പാറൊക്കെ ഉണ്ടാക്കുക. മറ്റുള്ള ഡിഷുകളും ഞാൻ ഇൻഷാ അല്ലാഹ് ചെയ്യാം. നല്ല ആഗ്രഹമുണ്ട് ഒരു സദ്യയൊക്കെ ഉണ്ടാക്കണം എന്ന്. ഇൻഷാ അല്ലാഹ് ചെയ്യുകയാണെങ്കിൽ വീഡിയോ ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ, യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണും. അതുവരെക്കും ബൈ.